ഇറാനെതിരെ അമേരിക്ക പ്രമേയം കൊണ്ടുവന്നാൽ വീറ്റോ ചെയ്യുമെന്ന് റഷ്യയും ചൈനയും. തൊട്ടടുത്ത ദിവസമാണ് അമേരിക്കയും ബഹ്റൈനും ഖത്തറും UAEയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇറാനെതിരെ UN സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നു. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഓർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർമുസിലെ ഇറാന്റെ ആക്രമണം അത് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയല്ല, യൂറോപ്യൻ കപ്പലുകൾക്ക് നേരെയും ഈ മേഖല കടന്നു പോകുന്ന മറ്റുള്ള കപ്പലുകൾക്ക് നേരെയും ശക്തമായിരിക്കുന്ന ആക്രമണ പെരുമയെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇറാൻ എന്ന് UN സഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. കടലിൽ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, അനധികൃത ടോള് ഈടാക്കുന്നുണ്ട്, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നുണ്ട്. അതായത് ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ. പിന്നീട് അതിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ പിന്നെ പ്രതിഫലം അവർ പറയുന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇറാൻ ഉടനെ തന്നെ ആക്രമണം നിർത്തണം. കപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ അവസാനിപ്പിക്കണം. കടലിലെ മൈനുകളുടെ വിവരങ്ങൾ പുറത്തു തരണം. ഇപ്പോൾ ഇതുവരെ അമേരിക്ക പറഞ്ഞിരുന്നത് ഇറാൻ നിക്ഷേപിക്കപ്പെട്ട എല്ലാ മൈനുകളെയും തങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചിരിക്കുന്നു. ഇനി ഒരിക്കൽ പോലും ഈ മേഖലയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല, അത് ഭീഷണിയാവില്ല എന്നൊക്കെ പറഞ്ഞ അതേ അമേരിക്ക ഇപ്പോൾ പറയുന്നു കടലിൽ സ്ഥാപിക്കപ്പെട്ട ഹോർമുസ് കടലിൻ്റെ ഭാഗങ്ങളിൽ ഇറാൻ സ്ഥാപിക്കപ്പെട്ട മൈനുകളുടെ വിവരങ്ങൾ പുറത്തു വരണം. എവിടെയാണ്, ഏത് മേഖലയാണെന്ന് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തു മാറ്റിക്കൊള്ളാം എന്നാണ് അമേരിക്ക പറഞ്ഞതിന് ചുരുക്കം. ഹോർമുസിൽ ഗതാഗതം ഉറപ്പാക്കണം. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് പോകുന്ന സമയത്തും ഇറാൻ ഇങ്ങനെ തുരിതരാ വെടിവെക്കുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കപ്പലുകൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത്. അനുസരിക്കാത്ത പക്ഷം ഉപരോധം പരിഗണിക്കണം. അത് UN പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും ഇറാനോട് പറഞ്ഞിട്ട് അവർ അനുസരിക്കുന്നില്ലെങ്കിൽ ഉപരോധം കൊണ്ടുവരണം. ഉപരോധം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 45 കൊല്ലമായിട്ട് 1979 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ ഇറാനെ സംബന്ധിച്ച ഒരു ഉപരോധത്തിൽ തന്നെയാണ്. ഇനി UN പ്രത്യേകമായ രീതിയിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തി അത് അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും നിലവിൽ ഇറാൻ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവർ ഇങ്ങനെ പറയുന്നുണ്ട്, US ഇതിനെ അന്താരാഷ്ട്ര വ്യാപാര സുരക്ഷയായി അവതരിപ്പിക്കുമ്പോൾ ഇറാൻ അതിനൊരു മറുപടി പറയുന്നുണ്ട്. അത് വളരെ പ്രസിദ്ധമാണ്. US ഇസ്രായേലും ഭീകരതയെ മറക്കാനുള്ള രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത് അമേരിക്ക ഇസ്രായേലും സംയുക്തമായി ചേർന്നിട്ടാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് 2 മാസമായി ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം നടക്കുന്നത്. അതിനു മുൻപ് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അന്താരാഷ്ട്ര പാതയായിട്ട് ഇഷ്ടംപോലെ കപ്പലുകൾ ഈ മേഖലയോടെ പറന്നുകൊണ്ട് പോയിരുന്നു, തിരിച്ചു വന്നുകൊണ്ടിരുന്നു. അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ അടക്കമുള്ള കപ്പലുകളൊക്കെ ഈ വൈക്കനാണ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. ആരും തടഞ്ഞിട്ടില്ല, ആരും വെടിവെച്ചിട്ടില്ല, ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പ്രശ്നം ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അമേരിക്ക ഇറാൻ ആക്രമിച്ചു, ഞങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തി, തങ്ങളുടെ സ്കൂൾ കുട്ടികളെ കൊലപ്പെടുത്തി, പിന്നീട് ഞങ്ങളുടെ സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തി, ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി. അങ്ങനെ കൂട്ടം മരണങ്ങൾ ഞങ്ങൾക്കെതിരെ വിധിച്ചു. ഒരുപാട് ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു, ഞങ്ങളുടെ സൈനിക മേഖല തകർക്കപ്പെട്ടു, ആണവായുധ മേഖല തകർക്കപ്പെട്ടു. അങ്ങനെ പ്രശ്നം ഭീകരമായിരിക്കുന്ന രീതിയിലേക്ക് തങ്ങളുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്. ആ സമയത്ത് ഞങ്ങളുടെ തുരുപ്പ് ഷീറ്റാണ്, തുരുപ്പ് ഗുലാനാണ്, അല്ലെങ്കിൽ ആണവായുധത്തേക്കാൾ കഠിനമായിരിക്കുന്ന മേഖലയായിട്ടാണ് ഹോർമുസിനെ തങ്ങൾ കാണുന്നത്. തങ്ങളവിടെ ഉപരോധം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, ഞങ്ങൾക്കത് ആവശ്യമാണ്, അത് ഞങ്ങളുടെ ഭരണഘടന അനുസൃതമാണ്. അപ്പോൾ അതിൻ്റെ മേലെ തൊട്ട് കളിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് എന്ന ചോദ്യം വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യപ്പെട്ട ഈ പ്രവർത്തികളൊക്കെ മറന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ പറയുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു അവലോകനം UN സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഈ UN ഇങ്ങനെ പ്രമേയമൊക്കെ അവതരിപ്പിച്ചിട്ട് ഇത് പാസ്സാക്കിയത് ഇത് അംഗീകരിച്ചത് ആരാണ്, എത്രത്തോളം അംഗീകരിച്ചിട്ടുണ്ട്, ആരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെതിരെ എത്രയൊക്കെ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്, അതവർ അംഗീകരിച്ചോ, അതൊക്കെ വീറ്റോ ചെയ്തില്ലേ? അപ്പോൾ ഇറാനെതിരെ ഏതൊരു തരത്തിലുള്ള ഒരു പ്രമേയം വരികയാണ്. ഇതിന് മുൻപ് ഒരു പ്രമേയം വീറ്റോ ചെയ്തിട്ടുണ്ട് ചൈന. റഷ്യയും ചൈനയും സംയുക്തമായ രീതിയിൽ വീറ്റോ ചെയ്തത് പരാജയപ്പെടുത്തും. ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല ഇറാനെ പോലുള്ള ഒരു 3ാം ലോക രാജ്യത്തോട് യുദ്ധം ചെയ്തിട്ട് ആ രാജ്യത്തെ പരാജയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും സാധിക്കാത്തതിൻ്റെ നീരസം പ്രയോഗിക്കാനുള്ളൊരു വേദിയായിട്ടാണ് UN സഭ ഉപയോഗിക്കുക. അല്ലാതെ UN സഭയിൽ അമേരിക്ക ഒരു പ്രമേയം അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ശരിക്കും നാണക്കേടാണ്. യുദ്ധം ചെയ്തു തന്നെയാണ് അവരതിന് പ്രതിഫലം ഉണ്ടായാലും. ഇപ്പോൾ ഇറാഖിൽ അങ്ങനെയാണ്, സിറിയയിൽ അങ്ങനെയാണ്, ലിബിയയിൽ അങ്ങനെ, ലെബനാനിൽ
ലെബനാനിൽ ഇപ്പോൾ നടക്കുന്നു, ലിബിയയിൽ അങ്ങനെയാണ്, പിന്നെ സുഡാനിൽ അങ്ങനെയാണ്, ഒരുപാട് രാജ്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം തന്നെ അമേരിക്ക പറയുന്ന കാര്യം എന്താ? ഇപ്പം അമേരിക്ക പറയുന്ന കാര്യം ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ക്യൂബയാണ്, ഞങ്ങൾ ഇനി ക്യൂബയിലേക്കാണ് പോകുന്നത് എന്ന് വരെ പറയുന്നുണ്ട്. അപ്പം അത്രക്കും ഭീകരമായിരിക്കുന്ന നിലപാടാണ് എല്ലാ സമയത്തും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വെനിസ്വലയിൽ നടന്ന സംഭവം എന്താ? വെനിസ്വലയിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത്? അല്ല, വെനിസ്വല അവർ ഒറ്റയ്ക്ക് ചെയ്തതാണ്. അപ്പോൾ എല്ലാ വിധത്തിൽ ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. പിന്നെ അവരെന്തിനാണ് UN പോയത്? ഒരു ഗതിയും പരഗതിയുമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും അമേരിക്കക്കുണ്ടായി. ഇനി ഇവിടത്തെങ്കിലും ഒരു പ്രമേയം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ലോക പിന്തുണ കിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് പിന്തുണ കിട്ടണം. അതിന് ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പറയുന്നത് 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യമായത്. അതിനുശേഷം സെക്യൂരിറ്റി കൗൺസിൽ, ജനറൽ അസംബ്ലി, ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, ഇത് മൂന്നും ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 100-ലധികം പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 100-ലധികം പ്രമേയം, 50-ലധികം പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി. 1972 മുതൽ മാത്രം 34 പ്രമേയങ്ങളാണ് അമേരിക്ക വീറ്റോ ചെയ്തത്. അത് ഇസ്രായേലിനെതിരാണ് പ്രമേയങ്ങൾ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2 പ്രാവശ്യം. ലോകത്ത് ഏത് രാജ്യത്തേക്കും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എത്തിയാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. എന്നിട്ട് വിചാരണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കണമെന്നൊക്കെയാണ് ആ വിധി പ്രസ്താവത്തിൽ പറയുന്നത്. ദക്ഷിണാഫ്രിക്കയാണ് പാലസ്തീനിലെ കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട്, വംശഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തത്. ആ പരാതി പ്രകാരം അവർ അത് പഠിക്കുകയും 20ഓളം മജിസ്ട്രേറ്റുമാർ സംയുക്തമായ രീതിയിലാണ് ആ വിധി പറഞ്ഞത്. 20ഓളം ലോകത്തെ വ്യത്യസ്ത രാജ്യം, ഇന്ത്യയിലൊരു മജിസ്ട്രേറ്റ് അതിലുണ്ട്, ജഡ്ജിയുണ്ട്. അങ്ങനെ ഒരു വിധി പറഞ്ഞത് അത് നടപ്പിലാക്കാൻ വേണ്ടി അതിനുശേഷം എത്ര പ്രാവശ്യം അമേരിക്ക സന്ദർശനം നടത്തിയിട്ടുണ്ട് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി? അമേരിക്ക സന്ദർശനം മാത്രമല്ല, അമേരിക്കയുടെ പാർലമെൻറ്റിൽ പ്രസംഗിക്കാനുള്ള അവസരം പോലും ഈ വിധി വന്നതിന് ശേഷം, അതായത് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന തരത്തിലുള്ള അറസ്റ്റ് വാറണ്ടാണ് പുറപ്പെടുവിച്ചത് എന്നാണ് പറയുന്നത്. അതിനുശേഷം സ്വീകരണം കൊടുത്തിട്ടുണ്ട് പാർലമെൻറ്റിൽ. അതാണ് അമേരിക്ക. പാസ്സായ പ്രമേയങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ നടപ്പിലാക്കി. ഇനി പാസ്സായ പ്രമേയങ്ങളുണ്ട്, ഏകദേശം 20-ലധികം പ്രമേയങ്ങൾ പാസ്സായിട്ടുണ്ട് UN അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ. അത് നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. നടപ്പിലാക്കേണ്ട ആരാണ്? അമേരിക്ക അടക്കമുള്ള സൈനിക ശക്തിയുള്ള രാജ്യം. UN പ്രത്യേകമായിരിക്കുന്ന സൈനികരോ സംവിധാന കാര്യങ്ങളോ ഇല്ല. അത് രാജ്യമല്ലല്ലോ, അതൊരു സംഘടനയാണ്, ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ പിന്നെ അത് നടപ്പിലാക്കേണ്ട അമേരിക്ക നടപ്പിലാക്കുമോ? അപ്പോൾ പ്രമേയം പാസ്സാക്കിയാലും, പ്രമേയം വീറ്റോ ചെയ്താലും, പ്രമേയം പാസ്സായിട്ടില്ലെങ്കിലും എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് നിലപാടൊന്നാണ്. ഇറാൻമേൽ എത്തുന്ന സമയത്ത് മാത്രം അങ്ങനെ തിളച്ചു മറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞതിൻ്റെ കാര്യം. കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗസ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും നിൽക്കുകയും ഇസ്രായേൽ ക്രൂരമായ രീതിയിലുള്ള ഇടപെടലുകൾ ഈ രാജ്യത്തിലെ, ഈ പ്രദേശത്തിലെ പാലസ്തീനികൾക്ക് നേരെ നടത്തുകയും വെടിവെപ്പും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ച് പ്രമേയം പാസ്സാക്കി. പക്ഷേ എന്ത് ചെയ്തു? അമേരിക്ക വീറ്റോ ചെയ്തു. അതുകൊണ്ട് ഇറാനെതിരെ വരുന്ന ഏത് തരത്തിലുള്ള ഒരു പ്രമേയങ്ങളും തങ്ങൾ വീറ്റോ ചെയ്യുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ചൈനയും റഷ്യയും പറഞ്ഞിരിക്കുകയാണ്.